ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, രക്ഷിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുക. പഴയ നിയമ പുസ്തകത്തിൽ പല രാജാക്കന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും കർത്താവ് അതിശക്തമായ ഇടപെടലുകൾ രക്ഷിക്കുന്നത് അങ്ങനെ കാണിച്ചു കൊടുത്ത് ദൈവജനത്തെ ദൈവത്തിൻ്റെ ശക്തി പഠിപ്പിക്കുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കാൻ, നമ്മുടെ തന്നെ രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഭിന്നതകളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന്, എല്ലാ രീതിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ, അതിനെ അതിജീവിക്കാൻ, പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും ആ ശക്തിയോടെ നമ്മൾ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവം, എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അതാണ് വചനം പഠിപ്പിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ പഴയ നിയമ പുസ്തകത്തിൽ ഒരു വലിയ പ്രതിസന്ധി, ഒരു രീതിയിലും എത്ര കൂട്ടിയും കിഴിച്ചും ആലോചിച്ച് നോക്കിയാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു രാജാവ്, വിശ്വസ്തനായ രാജാവ്, ദൈവത്തോട് ചേർന്ന് നിന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഹെസക്കിയ എന്നാണ്. ഈ ഹെസക്കിയ രാജാവ് കർത്താവ് രക്ഷിക്കും, കർത്താവ് കൂടെയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ല, നമ്മളെ നശിപ്പിക്കാൻ എൻ്റെ ശത്രുക്കൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ വിശ്വാസവും ശരണം വയ്ക്കുകയും ആ ദൈവവിശ്വാസവും ധൈര്യവും ആ ദൈവ ആശ്രയത്വം അത് തൻ്റെ കൂടെയുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വചനമാണ് നമ്മളിന്ന് കേൾക്കുക, നമ്മൾ പഠിക്കുക. ഇത് ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളെ തന്നെ നമുക്ക് ശക്തിപ്പെടുത്താം. ഒപ്പം തന്നെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യാൻ പറ്റണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം, ഈ വചനത്തിൻ്റെ വിശ്വാസം ഉള്ളിൽ നിറയണം. എന്നിട്ട് മറ്റുള്ളവർ പറയാൻ പറ്റണ പ്രശ്നം ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട, നമ്മെ ശക്തിപ്പെടുത്തുന്ന, വിജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ, അസീറിയ രാജാവിനെയും അവൻ്റെ സൈനിക വ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. വചനം പറയുക, അസീറിയ രാജാവ് ഇസ്രായേൽക്കാരുടെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ സൈന്യമായിട്ട് വരുമ്പോൾ ഈ രാജാവ് പറയുകയാണ്, അവരുടെ സൈന്യബലം കണ്ട് ഭയപ്പെടണ്ട. കാരണം അവൻ്റെ കൂടെയുള്ളവരേക്കാൾ ആ വലിയ സൈന്യത്തെക്കാൾ ശക്തനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ കൂടെയുള്ള ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് വിജയമുണ്ട്. ഈ രാജാവിൻ്റെ വാക്കുകൾ അവർക്ക് ധൈര്യമായിട്ട് മാറി. അവർ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിനെ ഏറ്റുപറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി ഈ രാജാവിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ അന്വർത്ഥമാവുകയും ചെയ്തു. ഒരു രാത്രി ഈ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഇപ്പം നിങ്ങളെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു നിന്ന ആ ഒരു വലിയ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു നിന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം ചുമ്മാ മരിച്ചു കിടക്കുക. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു മനസ്സിലാവണില്ല. ബാക്കിയുള്ളവർ പേടിച്ച് ഓടിപ്പോയി. പുറകെ വന്ന ഇസ്രായേൽക്കാർ അവരെ കുറേ പേരെ കൊല്ലുകയും ഇനി അവർ കൊണ്ടുവന്ന സമ്പത്തും മറ്റു കൊള്ളയടിച്ച് തിരിച്ചു കയറിപ്പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ മുമ്പിൽ വിജയം ഒരുക്കുന്ന ഒരു ദൈവം, ശക്തനായ ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെയും നമ്മളെ നശിപ്പിച്ചേ പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ വിജയിക്കാൻ നമുക്ക് സാധിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന് യോജിച്ച രീതിയിൽ ജീവിക്കണം. അത് ഹെസക്കിയയ്ക്ക് ഉണ്ടായിരുന്നു. ഹെസക്കിയ രാജാവ് ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു, ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായ ജീവിതം നയിച്ചു. എന്നിട്ട് അവൻ വിശ്വസിച്ചു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വിജയം തരും. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഈ 2 കാര്യം നമുക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിന് മുമ്പ് വിശ്വസ്തയോടെ ജീവിക്കാം, ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കാം. രണ്ടാമത്തത്, അങ്ങനെ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കാൻ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വിജയം തരും. അത് ഭയം മാറ്റും, ഭയം മാറണം. ഭയന്നിരിക്കുക വിശ്വാസിയുടെ ലക്ഷണമല്ല. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.